കണ്ടായിരുന്നല്ലോ. ഒരു ഓയിൽ ലീക്കോ, ബാറ്ററി പുതിയ ബാറ്ററിയാണ്. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി, ക്വാളിറ്റി വണ്ടി. വണ്ടി ഫുള്ള് കമ്പനി സർവീസാണ്. താക്കോല്, സർവീസ് ബുക്ക്, സർവീസ് റെക്കോർഡ്, ഷോറൂമിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി കിട്ടും വണ്ടിയുടെ. അടുത്ത വണ്ടി റിറ്റ്സ് ഡീസൽ BDI 2010 മോഡൽ വണ്ടിയാണ്. 800 VXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. എറണാകുളത്തിന്റെ സ്കാല 2012 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ. ഒരു ഓട്ടോ കേട്ടൻ. എനിക്ക് നല്ല കിട്ടില്ല കളറാണ് ഈ വണ്ടി. നല്ല രസമാണ് വണ്ടി. വണ്ടി ഓൾട്ടോ കേട്ടൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 2011 മോഡൽ വണ്ടി. നമസ്കാരം, പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ളത് കാർ ബസാറിലാണ്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയാണ്. തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് നെയ്യാറ്റിങ്കര. ഇവിടെ അത്യാവശ്യം കുറെ വണ്ടിയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പോൾ വീണ്ടും പുതിയ സ്റ്റോക്ക്, ബഡ്ജറ്റുകാരുടെ ആവശ്യം ഒരുപാട് വന്നിട്ടുണ്ട്. അതേമാതിരി ഒരു മോഡിഫൈഡ് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ വന്നപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുമെങ്കിൽ പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിഷ്ണുബ്രോ ഉണ്ട്. വിഷ്ണുബ്രോ സുഖമാണോ? സുഖം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നല്ല റെസ്പോൺസ് ആയിരുന്നല്ലേ? നല്ല റെസ്പോൺസ് ആയിരുന്നു. കസ്റ്റമേഴ്സ് കുറെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവർക്കും വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോൺ ഇപ്പോൾ 2011 അല്ലേ? 2010 വണ്ടിക്ക് മാരുതി വണ്ടി കയറും. 10 വണ്ടി ചെയ്യാം. ശരി, അപ്പൊ നേരെ വീഡിയോ എടുക്കും. ബഡ്ജറ്റ് കാർ തന്നെയാണ്. ആദ്യത്തെ വണ്ടി ഒരു അടിപൊളി ബഡ്ജറ്റ് കാറാണ്. നല്ല വണ്ടി, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട്, നീറ്റ് ആണല്ലേ? നല്ല ക്വാളിറ്റിയാണ്. എങ്ങനെ മോഡൽ ഡീറ്റെയിൽസ്? 2000 മോഡൽ വണ്ടിയാണ്. 2000 മോഡൽ വണ്ടിയാണ്. മാരുതി 800 കാർബറേറ്റർ ആണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ആയിട്ടില്ല. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണോ? എല്ലാം കണ്ടീഷനാണ്. സീറ്റ് കവർ, കാര്യങ്ങൾ, ഇന്റീരിയർ ഒക്കെ പക്കയാണ്. വണ്ടി നല്ല നീറ്റ് ആണ്. പെയിന്റ് ക്വാളിറ്റി എല്ലാം ഉണ്ട്. കാർബറേറ്റർ ആണെങ്കിലും കണ്ടീഷൻ ആണല്ലോ വണ്ടി? നല്ല കണ്ടീഷനാണ്. കാർബറേറ്റർ ആയാലും ഒറ്റ സ്റ്റാർട്ട് ആയിക്കോളും. ത്രോട്ടിലൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആണല്ലേ? ആ സീറ്റ് വരൊക്കെ പുതിയ ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വൃത്തിയായി. വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇന്ത്യ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പം 2000 വണ്ടി MPFI. 2000 മോഡൽ വണ്ടി MPFI അല്ലേ? സോറി, കാർബറേറ്റർ. 2000 വണ്ടി കാർബറേറ്റർ ആണ്. ഈ വണ്ടിക്ക് നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്. 2026 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 26 വരെ പേപ്പറുണ്ട്. ഈ വണ്ടി നമുക്കൊരു 42,000 രൂപ ഫൈനൽ കൊടുക്കാം. 42,000 രൂപ കൊടുത്തേക്കാം. ഒരു വർക്കും ഇല്ല. കണ്ടീഷൻ വണ്ടി, ക്വാളിറ്റി വണ്ടി. 42,000 രൂപ ഫൈനലാണ് കൊടുത്തേക്കാം. നെയിം ട്രാൻസ്ഫർ നമ്മൾ ചെയ്ത് തന്നേക്കാം. പേരൊക്കെ മാറി കൊടുക്കാം. പക്ഷെ വണ്ടി നല്ല പക്ക നീറ്റ് അല്ലേ? ഒരു നല്ല ക്വാളിറ്റി, പോലും ഇല്ല. നല്ല വൃത്തിയൊക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പൊ ശരി, അടുത്ത നമുക്ക് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ 800 VXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 74,000 കിലോമീറ്റർ. മോഡലോ? 2015. 2015 വണ്ടി. അതെ. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? ഫുൾ കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ഫ്രണ്ട് 2 പുതിയതാണ്. ബാക്ക് 2 ടയർ ആവറേജ് ആണ്. ബോഡിയൊക്കെ നീറ്റ് ആണ്. സീറ്റോർ കാഴ്ച ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അത് കമ്പനിയിൽ നിന്ന് വരുന്ന ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ്. കമ്പനി സിസ്റ്റം. അതെ, VXI ഫുൾ ഓപ്ഷൻ ഉണ്ട്. പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 74,000 കിലോമീറ്റർ. KL01 ട്രിവാൻഡ്രം വണ്ടി. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 250 കൊടുക്കാം. 250 കൊടുക്കാം. 2.5 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ കയറും. 27,000 രൂപ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു വണ്ടി കൊണ്ടുപോകുക. ശരി, അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 2011 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ആണ്. ഫുള്ള് റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒന്നും മാറിയിട്ടില്ല. നീറ്റ് വണ്ടി അല്ലേ? സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. VXI വണ്ടി. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. VXI ആണ്. സ്റ്റീരിയോ ഉണ്ട്, പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. ഓക്കെ. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക ഈ വണ്ടി? ഈ വണ്ടി നമുക്കൊരു 1,90,000 കൊടുക്കാം. 1,90,000 രൂപ കൊടുക്കാം. 2011 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 1 ലക്ഷം രൂപ ലോൺ കയറും. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ഓട്ടോ കേട്ടൻ. എനിക്ക് നല്ല കിട്ടില്ല കളറാണ് ഈ വണ്ടി. നല്ല രസമാണ് വണ്ടി. കാണാൻ നല്ല
2015 വണ്ടി. 15 വണ്ടി. 2015 വണ്ടി, 64,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി ഫുൾ കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ 64,000. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്. വണ്ടിയൊക്കെ നീറ്റ് ആണ്, സ്ക്രാച്ച് പോലും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓക്കെ. ഓൾട്ടോ കേട്ടണ്. ഇത് സീറ്റ് VXA ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. VXA ആണല്ലേ? സീറ്റ് ഫാബ്രിക് ആണല്ലേ? അതെ, ഫാബ്രിക്. ഇതിനകത്ത് VXA ആകുമ്പോൾ ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ചൂടോർ പവർ വിൻഡോ വരുന്നുണ്ട്, സിസ്റ്റം വരും. അതന്നെ AC വരുന്നുണ്ട്, പവർ വിൻഡോ. വണ്ടി നല്ല ഡീറ്റെയിൽ ആണ്, വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, ക്ലീൻ വണ്ടിയല്ലേ? കേട്ടനാവും മൈലേജ് ഒരു 18 മൈലേജ് ഒരു 16-17 അത്ര. 16 1000 cc അല്ലേ, 1 ലിറ്റർ എഞ്ചിനല്ലേ? 18 റേഞ്ച് കിട്ടും. എത്ര ആ റേഞ്ച് എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്കൊരു 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2,75,000 രൂപ കൊടുക്കാം. ഓക്കെ. 15 വണ്ടി അല്ലേ? 15 വണ്ടി. ഇതിന്റെ സിൽവർ ഉണ്ട്, ഇതിന്റെ സിൽവർ വണ്ടി കിടപ്പുണ്ട് 16. ഓക്കെ. അതിപ്പോ കടത്താണോ? ലോൺ എത്ര അറിയണ്ടേ? 2 ലക്ഷം രൂപ ലോൺ. അടുത്ത വണ്ടി റിറ്റ്സ് ഡീസൽ VDI 2010 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,09,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞോ? മേജർ സർവീസ് കഴിഞ്ഞോ ചെക്ക് ചെയ്യണോട്ടെ. ചെക്ക് ചെയ്തില്ല. ഇത് കമ്പനി സർവീസ് അല്ല. കമ്പനി സർവീസ് അല്ല. അല്ല അല്ല അല്ല. അപ്പം കിലോമീറ്ററും വിശ്വസിക്കാൻ പറ്റുമോ? കിലോമീറ്റർ ജനുവിനാണെന്ന് തോന്നുന്നു. കമ്പനി സർവീസ് അല്ല. 1,09,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മളെ കൊടുക്കുമ്പോഴേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും പറയണം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പക്ഷേ കിലോമീറ്ററിന്റെ കേസിൽ അത്ര ഉറപ്പില്ല. പക്ഷെ നിലവിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. സോറി, ഇതിലെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. റീപ്ലേസ്ഡ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ കമ്പനി സർവീസും അല്ല. ഡീസൽ വണ്ടിയാണ്. 1,09,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എഞ്ചിൻ ക്യാബിൻ. വേറെ ബോണ്ട് റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യും. ബോണ്ട് റീപ്ലേസ്ഡ് അല്ല. വേറെ ഇവിടെ പ്രശ്നം പണിയൊന്നുമില്ല, പണിയിട്ടില്ല. എല്ലാം നീറ്റ് ആണ്. എഞ്ചിൻ ക്യാബിൻ കാര്യങ്ങളൊക്കെ നീറ്റ് ആണല്ലേ? അപ്പോൾ വേറെ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്യും. നിലവിൽ ഓടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇല്ല, ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ വില വരുന്നത്? വണ്ടി നമ്മളിവിടെ ആസ്കിംഗ് റേറ്റ് 240, 2,40,000 രൂപ. നെഗോസിയേഷൻ ആണ്. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. വിളിക്കുക, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമുക്ക് റേറ്റ് സംസാരിച്ച് കോട്ടയം. അപ്പോൾ നിങ്ങളുടെ വണ്ടിയല്ല? അല്ല. ശരി. ലോൺ കയറുമല്ലോ? ലോൺ കയറും. 10 വണ്ടിയല്ലേ, ലോൺ കയറും. ലോൺ ഒരു ദൂരത്തേക്ക് കയറത്തുള്ളൂ. അല്ലേ? ശരി. അടുത്ത വണ്ടി അടുത്ത വണ്ടി ഹ്യുണ്ടായി. അടുത്ത വണ്ടി ഹ്യുണ്ടായുടെ ഇയോൺ എറ പ്ലസ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇയോൺ കാണിച്ചായിരുന്നു. ആ സ്പോട്ടിൽ സെയിലായി. അതേ ക്വാളിറ്റി, സെയിം ക്വാളിറ്റി. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന. ഇത് കമ്പനി സർവീസ് തന്നെയാണോ? ഫുൾ കമ്പനി സർവീസ്. അലൈവ് ഇട്ടിട്ടാണ് കണ്ടായിരുന്നത്. അലൈസ് ആണ്. അതെ. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ പുതിയ ടയറല്ലേ? പുതിയ ടയർ. അപ്പം കമ്പനി പിന്നെ എറ പ്ലസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിളാ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 34. വണ്ടി നീറ്റ് വണ്ടി അല്ലേ? കമ്പനി സർവീസ് ആകുമ്പോഴത്തേക്കും ഒന്നുമില്ല. AC എറ പ്ലസ് ആകുമ്പോഴത്തേക്കും AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്. പക്ഷെ ഇൻബിൽറ്റ് സീറ്റ് വരുന്നില്ല. ഇല്ല, അത് എക്സ്ട്രാ കയറ്റില്ല. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് വില വരുമ്പോൾ നമുക്കൊരു 2,55,000 രൂപ കൊടുക്കാം. 2,55,000 പ്രൈസ്. ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവും, അഡ്ജസ്റ്റ് കൊടുത്തത്. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 2.25 ലക്ഷം രൂപ വെച്ച് ലോൺ കയറും. ശരി. അടുത്ത വണ്ടി ഒരു കോളിസിയാണ്. 2002, 2003 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2-3 രജിസ്ട്രേഷൻ. വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ആണ്. സ്പെയർ താക്കോല്, സർവീസ് ബുക്ക്, സർവീസ് റെക്കോർഡ്, ഷോറൂമിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി കിട്ടും വണ്ടിയുടെ. വണ്ടി 3,53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫുൾ 3.5 ലക്ഷം വരെ കറക്റ്റ് കമ്പനി സർവീസ് ആണ് വിത്ത് റെക്കോർഡ്. നമ്പർ ഉണ്ട്, നമ്പർ എടുത്തോ, ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ടോട്ടൽ എവിടെ ഏത് ഷോറൂമിൽ വേണമെങ്കിൽ കൂടി ചെക്ക് ചെയ്യാം. റൂഫ് എ സി ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, റൂഫ് എ സി ഉള്ള വണ്ടിയാണ്. എല്ലാം വർക്ക് ചെയ്യും. എല്ലാം പക്ക കണ്ടീഷനാണ്. ഇതിപ്പോ കാണിച്ചില്ല. അത്രേ ഉള്ളൂ. വണ്ടി പക്ക ക്വാളിറ്റിയാണ്. ഒരു രൂപയ്ക്ക് വർക്കില്ല. കണ്ടായിരുന്നില്ല? ഒരു ഓയിൽ ലീക്കോ. ബാറ്ററി പുതിയ ബാറ്ററിയാണ്. ക്ലീൻ വണ്ടി, ക്വാളിറ്റി വണ്ടി.
എഞ്ചിനൊന്നും അനങ്ങിയിട്ടില്ല, ഒന്നും അനങ്ങിയിട്ടില്ല, അടിപൊളി വണ്ടിയാണ്. കമ്പനി സർവീസ് ആകുമ്പോൾ കറക്റ്റ് മെയിൻ്റെനൻസ് ആയിരിക്കും. പക്ക. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല. ഇത് രണ്ടും നമ്മൾ എടുത്തു തരാം. പുതിയ ഇൻഷുറൻസ് എടുത്തു തരാം, പുതിയ ടാക്സ് എടുത്തു തരാം. ഈ വണ്ടി ഒരു 2,50,000, 2,45,000 ഫൈൻ തരാം. 2,45,000 രൂപയ്ക്ക് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സാധാരണ എല്ലാ പോളിസിയും ഓണർഷിപ്പ് കൂടും, അറിയില്ല. ഇപ്പോഴും വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. അതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. 2,40,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ അടുത്ത വണ്ടി ഒരു മോഡിഫൈഡ് കിടിലൻ വണ്ടിയാണ്. ഈ വണ്ടി എടുത്ത് ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണുള്ള പരിപാടികൾ? ഇത് 2016-17 മോഡൽ സിയാസാണ്. ഇതിൽ ചെയ്തിട്ടുള്ളത് മോമോഡ് അലൈസ് ഇട്ടിട്ടുണ്ട്. വാൽവോട്രോണിക്കിന്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വോൾഫ് സ്റ്റേജ് 2 ട്യൂൺ ചെയ്ത വണ്ടിയാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെന്താ, അപ്പൊ ഇത് സിയാസ് പെട്രോൾ വണ്ടി തന്നെയാണോ? പെട്രോൾ വണ്ടി. ഓക്കെ. ഈ ബാബ്സ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ചെയ്തേക്കുന്നത്. ബാബ്സ് ഓട്ടോമാറ്റിക് ആണ് തൃശ്ശൂരിലെ ബാബ്സ് പണിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, അവരുടെ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത പയ്യനാണ്. ഓക്കെ. ബാക്കി ഇന്റീരിയലൊന്നും ഇന്റീരിയൽ ഫ്രണ്ടിൽ മാറിയിട്ടുണ്ട്. അതായത് റെക്കോർഡർ ഉണ്ട്, RPM മീറ്റർ എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. എത്ര RPM? 3 RPM? അതെ, 3 RPM അല്ല, അത് 3 RPM മീറ്റർ, ബാറ്ററി ലെവൽ അങ്ങനത്തെ. ബാറ്ററി ലെവൽ ഒന്ന് സ്പീഡോമീറ്റർ. ഓക്കെ. അതേമാതിരി ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പണിതിട്ടുണ്ടല്ലേ? നന്നായി പണിതിട്ടുണ്ട്. അലോയ്സ് ഏതാ? അലോയ്സ് മോമോഡ് അലോയ്സ് ആട്ടോ. നന്നായിട്ട് പൈസ മുടക്കിയിട്ടുണ്ട്. മോഡിഫൈഡ് സിയാസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാല്ലേ. പിന്നെ വേറെ ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ ബ്രോ? ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ക്യാമറ കാണാമോ അറിയില്ല, ഫ്രണ്ട് ക്യാമറ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക് റെക്കോർഡ് ആയിക്കോളും. എല്ലാം ഓട്ടോമാറ്റിക് റെക്കോർഡ് ആയിക്കോളും. ഓക്കെ. അപ്പൊ എങ്ങനെയാ പ്രൈസ് വരുന്നത് ഈ വണ്ടി? ഈ വണ്ടി അപ്രോക്സിമേറ്റ് ഇതിന്റെ പണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 3 ലക്ഷം രൂപ കൂടുതലായിട്ടുള്ളൂ. പണിയാൻ വേണ്ടി ട്യൂൺ ചെയ്തും എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് ഈ വണ്ടി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് കൊടുത്തേക്ക്. ഈ വണ്ടി നമുക്കൊരു 6.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുത്തേക്കും. 6.5 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് കൊടുത്തേക്കും. ഇപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ വരത്തില്ല. മോഡിഫൈഡ് വണ്ടി നോക്കാം. ഒന്നും ചെയ്യാനില്ല, ഒരു രൂപ ചെയ്യണം. ടയർ പുത്തൻ ടയർ ആട്ടോ. ഇൻഷുറൻസ് ഇന്ന് തീർന്നേ ഉള്ളൂ. ഇൻഷുറൻസ് നാളെ എടുത്ത് കൊടുത്തേക്കാം. നമ്മളൊരു സുഹൃത്തിന്റെ വണ്ടിയാണ്. ലോൺ കയറും പിന്നെ ഒരു 4-4.5 ലക്ഷം രൂപ വരെ ലോൺ കയറും. അതൊക്കെ അറിയുള്ളൂ. സ്കാല 2012 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. 10-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി കുഴപ്പമില്ല, ബ്ലാക്ക് കളറാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫ്രണ്ട് 2 ടയറും കൊള്ളാം. ബാക്ക് ടയർ ആവറേജ് ആണ്. ബാക്ക് ടയർ ആവറേജ് ആണ്. ചെറിയ മൈനോർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് അല്ലേ, അപ്പൊ സ്ക്രാച്ച് പെട്ടെന്ന് അറിയാൻ പറ്റും. ബ്ലാക്ക് ആവുമ്പോൾ ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. AC, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എല്ലാം വർക്കിംഗ് ആണ്. കിലോമീറ്റർ എത്രയായി? 76,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ. നമ്മുടെ നേറ്റിങ്ങര ഇവിടുത്തെ ലോക്കൽ വണ്ടിയാണ്. നേറ്റിങ്ങര വണ്ടിയാണ്. ഇത് നമ്മുടെ പ്രൈസ് ആസ്ക് ചെയ്യുന്ന 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോസിയേഷൻ ആണ്. ഒരു ചാർജ്. ലോൺ കയറത്തില്ല. സ്കാല കിടപ്പുണ്ട്. നമ്മൾ 2012 മോഡൽ ഫ്ലൂവൻസ് കിടപ്പുണ്ട്. അടുത്ത വണ്ടി ഓൾട്ടോ NXi 2004 മോഡൽ, 2004 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ഒറ്റ ഓണർഷിപ്പാണ്. 74,000 കിലോമീറ്റർ. ഇപ്പോഴും വണ്ടി ഫുൾ കമ്പനി സർവീസ് ആണ്. അതെ, ഇപ്പോഴും ഫുൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. ഇന്ന് മാറ്റിയ 4 പുത്തൻ ടയർ. ഇന്ന് മാറ്റിയ 4 പുതിയ ടയർ. അതെ, 4 ടയറും പുതിയാണ്. 2004 വണ്ടിയാണ്. NXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അതെ, എല്ലാം വർക്കിംഗ് ആണ്. ഒരു കംപ്ലൈന്റും ഇല്ല. കമ്പനി സർവീസ് വണ്ടി. ഇപ്പോഴും വണ്ടി നല്ല കമ്പനി സർവീസ് ആണ്. 4 വണ്ടിയാണ്, പക്ഷേ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഈ വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 1 lakh ആണ്. വിത്ത് ന്യൂ പേപ്പർ. നമ്മൾ പുതിയ പേപ്പർ നമ്മൾ എടുത്ത് കൊടുത്തേക്കാം. 5 കൊല്ലത്തേക്ക് പുതിയ ടാക്സ്
പുതിയ ഇൻഷുറൻസ്, പുതിയ റീടെസ്റ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്ത് കൊടുത്തേക്കാം ഈ വണ്ടിക്ക്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. പ്രൈസ് നെഗോസിയേഷൻ. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ എക്സ്പെക്ടേഷൻ 1 lakh ആണ്. സൈറ്റിൽ നെഗോസിയേഷൻ ആണ് സംസാരിച്ചത്. ലോൺ കയറില്ല 2004 അല്ലേ? ലോൺ ഇറക്കും. ശരി, അപ്പൊ അടുത്ത വണ്ടി ഓട്ടോ LXI 2010 മോഡൽ വണ്ടിയാണ്. 10 വണ്ടി. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. കമ്പനി സർവീസിനാണോ? അതെ, കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ പുതിയ പെയിന്റ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. റീപെയിന്റ് ആണല്ലേ? ഇത് പുതിയ പെയിന്റ് ആണ്, ഫുൾ ആയിട്ട്. ഫുൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ചെയ്തിട്ടുള്ള പെയിന്റ് ആണോ? ഓക്കെ. അപ്പൊ കമ്പനി സർവീസിനാണ്. ക്വാളിറ്റി കാണാൻ അറിയാലോ പെയിന്റിന്റെ. പെയിന്റ് നല്ല ക്വാളിറ്റി ഉണ്ട്. കമ്പനി തന്നെയാണ് പെയിന്റ് ചെയ്തത്. കമ്പനി തന്നെ പെയിന്റ് ചെയ്തത്. ഇതെല്ലാം നല്ല വൃത്തിയുണ്ടല്ലേ? നല്ല വൃത്തി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. അപ്പം 2010 വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? ഇത് കിലോമീറ്റർ 84 ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എല്ലാം ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. എല്ലാം ഹിസ്റ്ററി. പക്ഷേ ഇപ്പൊ റീപെയിന്റ് ചെയ്തതും കമ്പനി തന്നെയാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. സോറി, റീപെയിന്റ് കമ്പനി തന്നെ. അപ്പൊ എത്ര കൊടുക്കുക വണ്ടി? ഈ വണ്ടി നമുക്കൊരു 1,43,000, 1,43 കൊടുക്കാം. ഫൈൻ 43 കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ 1 രൂപ. 1 ലക്ഷം. നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല കളക്ഷൻ വണ്ടി ഉണ്ടായിരുന്നു. അതേമാതിരി മോഡിഫൈഡ് വണ്ടി നിങ്ങൾക്ക് മോഡിഫൈഡ് നോക്കാൻ തീർച്ചയായിട്ടും നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.